പ്രതിസന്ധികൾ വന്ന് നിങ്ങളെ മുക്കുമ്പോൾ, അല്ലെ പ്രയാസങ്ങൾ വന്ന് നിങ്ങളെ തകർക്കുമ്പോൾ, മാനസിക സംഘർഷങ്ങൾ കൊണ്ട് നിങ്ങൾ പിരിമുറുക്കം കൊണ്ട് അതീവ അസ്വസ്ഥതയിലൂടെ കടന്നു പോകുമ്പോൾ, ആ അവസ്ഥയിൽ തന്നെ നിൽക്കാതെ സ്വല്പ ദൂരം ഒന്ന് മുന്നോട്ട് മാറും. ഈശോ കാണിച്ചു തരുന്നതാ. സ്വല്പ ദൂരം ഒന്ന് മുന്നോട്ട് മാറുകയും എന്നിട്ട് കമിഴ്ന്ന് വീഴുക. കമിഴ്ന്ന് വീഴുക എന്ന് പറഞ്ഞാൽ, ദൈവമായ കർത്താവേ, അങ്ങല്ലാതെ എനിക്ക് മറ്റൊരു സങ്കേതമില്ല, അങ്ങിലല്ലാതെ ഞാൻ മറ്റാരിലും അഭയം പ്രാപിക്കുകയില്ല, അങ്ങല്ലാതെ എനിക്ക് മറ്റാരും ഉത്തരം തരാനല്ല. ഞാൻ അങ്ങേയറ്റം അങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞാൻ അത്രമേ തകർക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് മറ്റൊരു വഴി ഇനിയില്ല. അങ്ങ് മാത്രമല്ലാതെ എനിക്കൊരു രക്ഷകനില്ല. അങ്ങ് മാത്രമാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റു പറയുന്നു. അങ്ങ് പൂർണ്ണാത്മാവോട്, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും ഞാൻ വിശ്വസിച്ചേറ്റ് പറയുന്നു, നീയാണ് എൻ്റെ ദൈവം. ഇവിടെ നീ എനിക്ക് ഉത്തരം തന്നേ പറ്റൂ, എനിക്ക് മറ്റൊരു വഴിയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശോ കാണിച്ചു തരുന്ന വഴിയതാ. ഈശോ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാ. നീ ആയിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥയുണ്ടല്ലോ, പല കുടുംബങ്ങളിലും ഈ അസ്വസ്ഥതയുണ്ട്. ഇനി മുന്നോട്ട് എന്ത് ചെയ്യും? ഒന്ന് കാൽ മുന്നോട്ടെടുത്ത് വെക്കാൻ പറ്റാത്ത വിധമുള്ള മാനസിക സംഘർഷങ്ങളും അസ്വസ്ഥതകളും ആ കുടുംബത്തെ തകർക്കുന്ന ചിന്തകളും പ്രവർത്തനങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ഇനി എന്ത്, ഇനി എങ്ങനെ മുന്നോട്ട്? മരണം മാത്രമേ മുന്നിലുള്ളൂ, മരണവിളി മാത്രമേ മുന്നോട്ട്. നിന്റെ വീട്ടിലുണ്ട് ഈ അവസ്ഥ, നിന്റെ ഭവനത്തിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ട്, നിന്റെ ഭവനത്തിൽ ഇപ്രകാരമുള്ള വഴിയിലൂടെയാണ് നീ കടന്നു വന്നത്. നീ ജനിച്ച നാൾ മുതൽ ഈ അരിഷ്ടാവസ്ഥയൊക്കെ ഉണ്ട്. ഈ സങ്കടകരമായ സാഹചര്യങ്ങൾ കടന്നാണ് നീ വന്നത്. ഈ ഇത്രമേ ദാരുണമായ ജീവിതാവസ്ഥയൊക്കെ നിന്റെ കുടുംബത്തിൽ നീ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ നീ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നീ ഇപ്പോഴും അങ്ങനെയുള്ള ജീവിതാവസ്ഥയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെയാണ് പ്രിയപ്പെട്ട മക്കളെ കർത്താവായ ഈശോ മിശിഹ നമ്മെ കാണിച്ചു തരുന്ന വഴി. അല്പദൂരം മുന്നോട്ട് മാറി, ഒരു കല്ലേറ് ദൂരം മുന്നോട്ട് മാറി അവൻ കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലം, എങ്ങനെയെങ്കിലും ഈ പാനപാത്രമിൽ നിന്ന് മാറിപ്പോട്ടെ, ഏതെങ്കിലും വിധത്തിൽ എങ്ങനെയെങ്കിലും എടുത്തു മാറ്റാൻ ഏതെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് അങ്ങനെ ആകട്ടെ. അതിനുശേഷം പറയുന്നത്, അതല്ല എങ്കിൽ നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുന്നതാണ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തേണ്ടത്. എന്നാൽ ഞാനല്ല എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം, ദൈവമേ നീയാണ് എൻ്റെ ജീവിതത്തിന് സർവ്വ